ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുന്ന രണ്ട് ടൂളുകളെ കുറിച്ചാണ്. ഒന്ന് കളർ സാമ്പിൾ ടൂൾ, രണ്ട് ഐ ഡ്രോപ്പർ ടൂൾ. അപ്പോൾ അതെന്തെന്ന് നോക്കാം. ഞാൻ ആദ്യം ഐ ഡ്രോപ്പർ ടൂൾ എന്താണെന്ന് കാണിക്കാം. അതിനായിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുത്തു. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണോ കളർ നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ കളർ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് നോക്കാം. ഫോർഗ്രൗണ്ടിലാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ റെഡേ ക്ലിക്ക് ചെയ്യുവാണ്. റെഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ കളർ ഇവിടെ വന്നു. ഗ്രീനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ വരുന്നു. അപ്പോൾ ഏതാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും, ആ കളർ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓൾ ലെയർ കിടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കാറിൻ്റെ ലെയർ വേറെയാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഞാൻ കാറിൻ്റെ ലെയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കളർ ഇവിടെ വരും. എന്നാൽ ഇവിടെ ഓൾ ലെയർ അല്ലാതെ കറണ്ട് ലെയറാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ റെഡ് ക്ലിക്ക് ചെയ്യുന്നു, റെഡ് വരുന്നുണ്ടോ നോക്കാം, വരുന്നില്ല. ഓറഞ്ച് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രീനെ ക്ലിക്ക് ചെയ്യുന്നു, വരുന്നില്ല. കാര്യം എന്താണ്, ഈ ലെയറിനകത്തുള്ളത് മാത്രമേ, ഇതാണ് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം യെല്ലോ അല്ലാതാണ്ട് ഈ ഗ്രേ കളറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നതായിട്ട് നമുക്ക് കാണാം. യെല്ലോ ആണെങ്കിൽ വീണ്ടും വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സാമ്പിൾ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തെ ടൂൾ എന്താണെന്ന് വെച്ചാൽ കളർ സാമ്പിൾ ടൂളാണ്. ഇത് ഏതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ കളർ മാറുന്നില്ല, ഇതിൻ്റെ വാല്യൂസാണ് കാണിക്കുന്നത്. അത് കളർ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എക്സാക്റ്റ് കളറാണോ, നമ്മളിപ്പോൾ ഒരു വൈറ്റ് കൊടുക്കുകയാണ്, അപ്പോൾ വൈറ്റ് കറക്റ്റ് കളറാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, ആ കളറിൻ്റെ കോഡുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കളറിൻ്റെ വാല്യൂസ് ഇവിടെ കാണിക്കുന്നത് 4 എണ്ണമായിരിക്കും ഇവിടെ വാല്യൂസ് കാണിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിനകത്ത്, ഈ പിക്ചർ RGBയിലാണ് ഇത് കിടക്കുന്നത്, അതുകൊണ്ടാണ് RGB ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കളറിൻ്റെ വാല്യൂസ് കാണിക്കുന്നു, മറ്റേത് കളർ പിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഓക്കെ അല്ലേ?